ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം അവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ് കൂടെ നമുക്ക് നോക്കാം. ഇമോഷണലി അവർ എന്താണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിങ്ങും അതുപോലെ തന്നെ ജനറൽ റീഡിങ്ങും ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും നല്ല ഒരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതെല്ലാം ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Seven of Wands, High Priestess, the Wheel of Fortune, the Hanged Man, Five of Coins, Two of Cups, Six of Wands, Three of Wands, Queen of Cups, Six of Swords, Four of Coins, Ten of Wands, Seven of Swords, the World Energy, Ace of Cups, King of Coins, the Fool Energy, Two of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ വളരെ വിദഗ്ധമായിട്ട് പല കളവുകള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചതിച്ചു പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ്. ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന വ്യക്തികളാണ്. അതോടൊപ്പം ചീറ്റിംഗ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവര്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അതേപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും നിങ്ങൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇവരോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അവർ അതൊന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാതെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ്. നിങ്ങളാണ് ചെയ്തു കൂട്ടിയത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാൻ കാരണം നിങ്ങളാണ് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളെ പറഞ്ഞ് മാറിപ്പോയിരിക്കുന്നവര്. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ പോയവരായതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഈഗോ അവരെ നിലനിർത്തി കൊണ്ടുപോയായിരുന്നു. ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളോ എടുക്കാതിരിക്കുക, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് താല്പര്യപ്പെടാതിരിക്കുക, നിങ്ങൾ പലപ്പോഴും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറുക, ഈ ഒരു രീതിയിലേക്കൊക്കെ മുന്നോട്ടേക്ക് പോയവരാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടുകളിലൊക്കെ ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ഡ് മാൻ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വയമേ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ അവർ മാറ്റാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. ഫൈവ് ഓഫ് കോയിൻസ് വന്നിരിക്കുന്നത് കൊണ്ട് ഫിസിക്കലി ഒക്കെ ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം ആരോഗ്യം പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇമോഷണലി ഒക്കെ അവർ ഭയങ്കരമായിട്ട് ഒരു വീക്ക് ആയിട്ടുണ്ട്. ആ ഒരു ഇമോഷണലി വീക്ക് ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഡൗൺ സ്റ്റേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ടും അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ആ ഒരു ഓർമ്മകൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിൽ സ്വയം ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വന്നു നിൽക്കുന്നു. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ടൊരു പെയിൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ഒരു കുറ്റബോധം അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങളിലേക്കൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ cheat ചെയ്ത് പോയവരായതുകൊണ്ടിട്ടും ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ തലയിലേക്കൊക്കെ വെച്ചവരാണെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർക്കിപ്പോ ഒരുപാട് pain ഉണ്ട്. നിങ്ങളെ ഓർത്താണ് നിങ്ങളുടെ person ഇപ്പൊ കൂടുതലായിട്ട് വേദനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകൾക്ക് ഇനിയെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതും. ഇവിടെ wheel of fortune വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ relationship എന്ന് പറയുന്നത് ഒരു cycle പോലെ കിടന്ന് കറങ്ങുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ഒരു circle പോലെ അതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. താഴേന്ന് മുകളിലേക്ക് വരും, വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് വരും, ആ ഒരു അവസ്ഥ. മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ നീങ്ങുന്നില്ല. relationship ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം ചിലപ്പോ, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു situation. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകാൻ സാധിക്കുന്നുമില്ല. നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരിലേക്ക് addicted ആയിരിക്കാം. നിങ്ങളുടെ life ൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ comfortable ആയിരുന്ന ഒരു person ആണ്. ഒരു comfortable എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ life ൽ ഒരുപാട് struggle ചെയ്ത് വന്ന ഒരു person ആണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ആ ഒരു struggling situation ൽ നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ relationship ചിലപ്പോൾ lovers ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു commitment ലേക്കൊക്കെ പോകാനിരിക്കുന്നവരായിരിക്കാം, committed ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ life ലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് നിങ്ങൾ ആ ഒരു സന്തോഷമൊക്കെ കൂടുതലായിട്ട് ആനന്ദിക്കാനും അറിയാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ relationship ഇങ്ങനെയൊക്കെ ആയി പോകും, unexpected ആയിട്ട് നിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതൊന്നും ചിലപ്പോൾ നിങ്ങൾ expect ചെയ്ത് കാണില്ല. അത് ഇപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും അല്ലെങ്കിൽ പലർക്കും അംഗീകരിക്കാൻ സാധിച്ചിട്ടുമില്ല. എവിടെയോ ഉള്ള ഒരു hope ന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് നിങ്ങൾ. spiritually ഒക്കെ വളരെയധികം connected ആയിട്ടുണ്ട്. എല്ലാ രീതിക്കും നിങ്ങൾ ആ ഒരു universal power നെ വിശ്വസിച്ചായിരിക്കാം ഇതുവരെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാതിരുന്നിട്ട് പോലും നിങ്ങൾ എപ്പോഴെങ്കിലും ഇവർക്കൊരു change വരും. മനസ്സ് നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒരു change വരും. അവർ നിങ്ങളെ തിരിച്ചറിയും. എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് തന്നെ വെളിപ്പെടുത്തി നിങ്ങളുടെ life ലേക്ക് വരും എന്നുള്ള നിങ്ങളുടെ ആ ഒരു hope തന്നെയാണ് ഈ ഒരു energy നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു reading നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്കൊക്കെ struggle ചെയ്ത് വന്നവരാണ്, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ person നിങ്ങളുടെ life ൽ പ്രവർത്തിച്ചവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു reading resonate ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു person ന്റെ energy യിൽ എന്തായാലും ഒരുപാട് changes, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് അവരുടെ ആ ഒരു മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോ spread കളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് Seven of Wands ന്റെ energy ആണ്. നിങ്ങളുടെ relationship നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അവരുടെ situation base ചെയ്തിട്ടും എന്ന് വെച്ചാൽ അവർ എന്തൊക്കെയോ ഒരു തെറ്റുകൾ നിങ്ങളുടെ relationship ൽ ചെയ്തിട്ടുണ്ട്. അത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അറിയാതെ പോയി പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അറിയാതെ പോയി പെട്ടതാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ അത് accept ചെയ്യാൻ തയ്യാറാകുമായിരുന്നു. മറ്റു ചിലവരാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പൊട്ടിത്തെറികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നിങ്ങൾ അത് accept ചെയ്യായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴാണ്. അവർ ഈ ഒരു struggle ചെയ്യുന്ന അവരുടെ situation ൽ past ലേക്ക് അവരുടെ മനസ്സ് പോയിരിക്കുകയാണ്. ആ ഒരു past ലേക്ക് പോയിരിക്കുന്ന സമയത്താണ് കൂടുതൽ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്ന caring ആണെങ്കിലും support ആണെങ്കിലും നിങ്ങളുടെ relationship നെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ആഴത്തിൽ think ചെയ്തുകൊണ്ടിരിക്കുന്നത്, rethink ചെയ്യുക, വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണിത്. അന്നേ ഒരുപക്ഷേ അവരെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ relationship ൽ ഇങ്ങനെ ഒരു separation stage അല്ലെങ്കിൽ ഈ ഒരു painful ആയ situation നിങ്ങൾക്ക് face ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ ഒരു തെറ്റാണ് ഈ ഒരു ബന്ധത്തെ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും അതുപോലെ ഈ ഒരു person നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇപ്പൊ ഇങ്ങനെ struggle ചെയ്യുന്നതും അതുപോലെ ഇവർ കാരണം നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ള തിരിച്ചറിവും കൂടി ഇവരിലേക്ക് വരുമ്പോൾ ഇനി എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ convince ചെയ്യാൻ അവർക്ക് സാധിക്കാതിരിക്കുക അങ്ങനെ അതുപോലെ മറ്റെന്തെങ്കിലും situations third party situations ഓ എന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ട് വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ ആ ഒരു decision ലേക്ക് ഇവർ ഇപ്പൊ എത്തുന്നുണ്ട്.
നമുക്കിവിടെ കാണാൻ സാധിക്കും. മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അടിച്ചമർത്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് ഈ ഒരു person ഇപ്പോൾ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ നിലപാടുകളിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് സ്വന്തം intuition അനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ സ്വന്തം മനസ്സ് പറയുന്നത് അനുസരിച്ച്, ആ ഒരു inner voice അനുസരിച്ച് മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം. ഇനിയെങ്കിലും ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇതുവരെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അതിന് താല്പര്യപ്പെട്ടിട്ടില്ല. അവരുടേതായ കാര്യങ്ങൾക്കാണ് പലപ്പോഴും അവർ പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷെ ഇപ്പോ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവും, പിന്നെ അവർക്ക് വന്നിരിക്കുന്ന main ആയിട്ട് പറയേണ്ടത് അവരുടെ life ൽ അവർ face ചെയ്യുന്ന ഈ ഒരു struggling energy, ആ ഒരു struggling situation ലാണ് അവർക്ക് അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തകൾ വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു presence അവരിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. presence എന്ന് പറയുമ്പോൾ ഓർമ്മകൾ. ആ ഓർമ്മകൾ അവരെ ഇങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടുകയാണ്. ആ ഒരു വേട്ടയാടലിൽ നിന്നും അവർക്കൊരു മോചനം വേണം. ആ ഒരു മോചനം എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും ഒക്കെ വ്യത്യസ്തത കൈവരിച്ചിട്ട് അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. വീണ്ടും നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി, 2 of cups ആണ് വന്നിരിക്കുന്നത്. വൈകാരികപരമായിട്ടുള്ള ആ ഒരു സ്നേഹ കൈമാറ്റം, മനസ്സ് നിറഞ്ഞുള്ള അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിനുശേഷം നിങ്ങൾ അവർക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ആത്മാർത്ഥ സ്നേഹം ഒരു തെല്ല് പോലും പാഴാക്കാതെ വീണ്ടെടുക്കുക. ആ ഒരു വീണ്ടെടുക്കലിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവർ ആ ഒരു past ലേക്ക് പോയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് realize ചെയ്യുക. രണ്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു common friends വഴി ആയിരിക്കാം. നിങ്ങൾ കൂടെ ചിലപ്പോൾ work ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇവർ നിങ്ങളെ എന്താ പറയുക chase ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു person നിങ്ങളെക്കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. emotions ഒന്നും അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. 10 of wands വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു മനോവേദന ഇവർക്ക് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. മനസ്സാണെന്നുണ്ടെങ്കിലും ചിന്തകളാണെന്നുണ്ടെങ്കിലും കാട് കയറി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിറഞ്ഞ കാട് പോലെയാണ്. അതിനെ പൂർണ്ണമായിട്ടും വെട്ടി നിരപ്പാക്കിയിട്ട് അവിടെ ആ ഒരു flowering കൊണ്ടുവരണം. ആ ഒരു flowering കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു relationship ന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ഇവർ അറിയണം. already അവർ നിങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ situation ൽ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ repeat ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ നിങ്ങളെ mind ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ condition? പൂർണ്ണമായിട്ട് ഇവരെ നിങ്ങൾ വിട്ടു കഴിഞ്ഞോ? അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഇത് ഇവർക്ക് ഒരു clarity കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളെ chase ചെയ്യുന്നത്. അപ്പൊ ആ ഒരു clarity കിട്ടിയതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിലപാടുകൾക്കാണെങ്കിലും കാഴ്ചപ്പാടുകൾക്കാണെങ്കിലും വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. പക്ഷെ relationship ലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു hope വേണം. ആ ഒരു കാര്യങ്ങൾക്ക് അവർക്ക് clarity കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ്. Knight of Swords ആണ് വന്നിരിക്കുന്നത്. വളരെ fast energy ആണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കുതിച്ചു വരിക. അതിനുള്ള ഒരു വഴി കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ഒരു possibility എന്താണ്, ആ ഒരു source എന്താണെന്നുള്ളത് തിരിച്ചറിയുക. ഇവിടെ ഒരു Empress energy വന്നിരിക്കുന്നത് കൊണ്ടിട്ടും High Priestess energy കിട്ടിയിരിക്കുന്നത് കൊണ്ടിട്ടും spiritual connection ലേക്കൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ഇവർക്ക് ചിലപ്പോൾ നേരത്തെ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ spiritually connected ആയിരുന്നിരിക്കാം. മറ്റു ചിലവരാണെന്നുണ്ടെങ്കിൽ വിശ്വാസവും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാതിരുന്നവരായിരിക്കാം. ഇപ്പോഴത്തെ energy നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു person spiritually ഒക്കെ വളരെയധികം connected ആയിട്ടുണ്ട്. connect ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ life ൽ ഈ ഒരു ഒരുപാട് strugglings, ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വീണു പോകുന്ന സമയത്താണല്ലോ വിശ്വാസമൊക്കെ വരുള്ളൂ. വിളിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈശ്വരനെയൊക്കെ വിളിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്താണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ person ഉം ചെയ്യുന്നത്. അപ്പൊ വിശ്വാസം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ ഭയങ്കരമായിട്ട് ആ ഒരു ദൈവിക വിശ്വാസമൊക്കെ കൈവന്നിട്ടുണ്ട്. ആ ഒരു നീതിപൂർവ്വം ഇനിയെങ്കിലും relationship ൽ പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എത്ര risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. മനസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് chariot ആണ് വന്നിരിക്കുന്നത്. emotions നെയൊക്കെ ഭയങ്കരമായിട്ട് control ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു controlling എന്ന് പറയുന്നത് ആ ഒരു വിജയത്തിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ്. അവർ വിജയിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. വിജയിക്കണം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിജയമല്ല.
ഇവര് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങളെ ബ്ലെയിം ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇവർ പറയാതെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്താണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വിട്ടു പോയത്, ചതിച്ചത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് ഇവരുടെ വായ കൊണ്ട് തന്നെ കേൾക്കുക, അല്ലെങ്കിൽ ഇവരുടെ നാവ് കൊണ്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ പെയിൻ ഉണ്ടാകുമെങ്കിൽ പോലും അത് ഏറ്റ് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും. അത് ഏറ്റുപറഞ്ഞ് ഇവർ ആ ഒരു ക്ഷമാപണം നടത്തുവാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുക തന്നെ വേണം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കെട്ട് പിണഞ്ഞൊന്നും കിടക്കാൻ പാടില്ല. വളരെയധികം സക്സസ് ആയിട്ട് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ കിട്ടിയിരിക്കുന്ന ഒരു ഹോപ്പ്, അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് വിനിയോഗിക്കണം. ജസ്റ്റിസ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെ നീതിപൂർവ്വം പെരുമാറണം. ഇതുവരെ അതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നതിലൊക്കെ ഒരുപാട് കുറ്റബോധം ഉണ്ട്, റിഗ്രറ്റ് ഫീൽ ഉണ്ട്, ഗിൽറ്റ് ഫീൽ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇനിയെങ്കിലും അത് മുന്നോട്ടേക്ക് ചെയ്യാൻ സാധിക്കണം. എത്ര നാളാണെന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് ഈ ഒരു person നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് 6 of wands ഉം 3 of wands ഉം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 of wands ഉം വന്നിട്ടുണ്ട്. ഒരു രണ്ട് മനസ്സിലാണ് അവർ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക്. ആദ്യ സമയത്ത് ഒട്ടും താല്പര്യമില്ലാതെ പോയി. പിന്നീട് ഒരു രണ്ട് മനസ്സൊക്കെ വന്നു. പലപ്പോഴും അത് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. പിന്നെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നു. പതുക്കെ പതുക്കെ ആ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവർക്ക് മാറ്റങ്ങൾ വന്നിരുന്നത്. ഇപ്പൊ 2 of wands ആണെങ്കിൽ അവിടുന്ന് 3 of wands ആയിട്ടും അവിടുന്ന് 6 of wands ആയിട്ടും മാറിയിട്ടുണ്ട്. ഓരോരോ കയറ്റമാണ്. ഇവിടെ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഏത് രീതിയിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വൈകാരികപരമായിട്ടുള്ള രീതിയിൽ വേണോ, അല്ലെങ്കിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ട് വേണോ, ഇനി അതല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ചിന്തിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചതിന് ശേഷം വേണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു എനർജിയിൽ നിന്നും പതുക്കെ അവർ വിട്ടുമാറി ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ടേക്കുള്ള കയറ്റത്തിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കയറുകയാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് വീഴുമോ എന്നുള്ളത് അറിയില്ല. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ള കാര്യമൊന്നും അവർക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. എങ്കിൽ പോലും അവർ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു നോക്കാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വിശ്വാസത്തോടു കൂടി ആ ഒരു വിശ്വാസത്തെ മുറുകി പിടിച്ചിട്ടാണ് ഈ ഒരു ഇതിലേക്ക് കയറുന്നത്, എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വരാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിലൊരു വിജയം അവർ മനസ്സിൽ കാണുന്നുണ്ട്. ഇത് അവരുടെ ഒരു hope ആണ് ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ. ഇവിടെ അവർ റിസ്ക് എടുത്ത് വരികയാണ്, സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ചെയ്ത് വളരെയധികം ട്രസ്റ്റോടു കൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ റിസ്ക് എടുക്കാന്നൊരു ചിന്ത ഉണ്ടെങ്കിലും എവിടെയോ ഒരു hope, വിജയിക്കും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അവർ ആ ഒരു സമയത്ത് തന്നെ പറയാതിരുന്നത് അവരുടെ തെറ്റാണ്. പക്ഷെ ഇനിയെങ്കിലും അവർ നിങ്ങളോട് ഇതൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, അവരെ മനസ്സിലാക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അവരോട് ക്ഷമിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മനസ്സ് നിങ്ങൾ കാണിക്കും. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ വിജയം, ഒരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ ത്രൂ ആയിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ടായിരിക്കാം. അപ്പൊ നിങ്ങളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ഫോൺ വഴി തന്നെയായിരിക്കാം. ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ അതൊക്കെ മാറ്റാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സാധ്യതകൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്രത്തോളം ഇവരുടെ മനോഭാവത്തിൽ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു രീതികൾക്കൊക്കെ മാറ്റങ്ങൾ കൈവന്നിരിക്കുകയാണ്. ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൈവരിച്ചിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയവരാണെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ തകർന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ ഒക്കെ തകർന്ന് വീണിരിക്കുന്നത് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പണനഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം. എന്തായാലും ഒരു നഷ്ടത്തിലാണ് അകപ്പെട്ട് നിൽക്കുന്നത്. അതോടൊപ്പം മനസ്സിന് വന്നിരിക്കുന്ന തിരിച്ചറിവ് കൂടിയാണ്. ഇപ്പൊ ഭയങ്കരമായിട്ടൊരു physical condition ലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും അവർക്കിവിടെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. സങ്കടം എന്ന് പറയുമ്പോൾ ഈ ഒരു person ചിലപ്പോൾ നിങ്ങളുടെ relationship വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ continue ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ചിലവർക്ക് അങ്ങനെയാണ്. പെട്ടെന്നായിരിക്കും ആ ഒരു universe ന്റെ ഇടപെടൽ വരുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങൾ manifest ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു manifestation ന്റെ ഒക്കെ power, നിങ്ങളുടെ energy അവരിലേക്ക് effect ആകും. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ആയിരിക്കില്ല effect ആവുന്നത്. നിരന്തരമായിട്ട് ഭയങ്കരമായി trust ചെയ്തൊക്കെ നിങ്ങൾ manifest ചെയ്യുന്നവരാണെങ്കിൽ, manifest എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു prayer, നിങ്ങളുടെ പ്രാർത്ഥന,
അത് ഇവരിലേക്ക് ആ ഒരു ഡിവൈൻ ടൈം ആയപ്പോഴേക്കുമാണ് എഫക്റ്റ് ആയിരിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ മനോഭാവങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ കൈവരാനായിട്ട് കാരണമായിരിക്കുന്നത്. ഇതുവരെ അവര് ഈഗോ വെച്ചാണ് എല്ലാം ഷെയർ ചെയ്യാതിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഈഗോയിനെയൊക്കെ തകർത്തെറിഞ്ഞിട്ട് ഇമോഷണലി ഒരു ഡീപ്പ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇമോഷൻസ് ആണ്, തലയല്ല, ഹൃദയമാണ് അവരെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹൃദയം അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്നതാണ്. ആ ഒരു ഹേർട്ട് ചക്ര ഓപ്പൺ ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ പ്രയർ വളരെയധികം പ്രാധാന്യം ഇവിടെ വഹിച്ചിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം സ്വയം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർ മാറിയിരിക്കുന്നു. 6 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഭയങ്കരമായ ഒരു സങ്കുചിതാവസ്ഥയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളും അവരും മാത്രമായിട്ടുള്ള ഒരു ലോകം, അതാണ് ഇവരുടെ മനസ്സിൽ ഇപ്പൊ ഉള്ളത്. ഇവർക്കൊരു സമാധാനം വേണമെന്നൊരു ചിന്തയിലേക്കാണ് മാറിയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇപ്പൊ മറ്റാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പൊ ഫാമിലി ഉണ്ടായിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എന്ത് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി നിങ്ങളുമായിട്ടൊരു യാത്ര പോണം, ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്തണം, ഒന്ന് തുറന്ന് സംസാരിക്കണം, ഇമോഷൻസ് ഒക്കെ ഒന്ന് പരസ്പരം ഷെയർ ചെയ്യണം. അതിപ്പോ സങ്കടം, സന്തോഷം എന്തുമായിക്കൊള്ളട്ടെ എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ട് പറയണം. ഇതുവരെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എല്ലാം. അവരെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്ന രീതികളായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും എല്ലാം നിങ്ങളോടൊന്ന് തുറന്നു പറയണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നവരാണിത്. ആ ഒരു ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയുടെ ഒക്കെ ഒരു ഭാരം, ആ ഒരു ഭാരം ഇവരെ വേദനിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു വേദനകൾക്കൊക്കെ മാറ്റം വന്ന് സന്തോഷകരമായ ഒരു പരിസമാപ്തി ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. വൈകാരികപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം. അവിടെ ഏസ് ഓഫ് കപ്സ്, വേൾഡ് എനർജി, ഫൂൾ എനർജി എല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് ഇവരിപ്പോ മാറി തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ആ രണ്ട് മനസ്സിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നിട്ട്, അതുപോലെ വളരെ സ്ലോ ആയിട്ടാണ് ഇതുവരെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാതിരുന്നവരെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു വളർച്ച സ്വയമേ തന്നെ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് നൽകിയിട്ട് ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് അവർക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം, അവരുടെ മനസ്സ് അത് കാണുമ്പോൾ നിറയണം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയിരിക്കുന്നു. വളരെയധികം ഡീപ്പ് ആയിട്ട് നിങ്ങളിലേക്ക് കണക്ട് ആവുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഈ ഒരു സമയത്തെ മനോഭാവം നമുക്ക് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു നിങ്ങളോടുള്ള നിലപാടുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പൊ നിങ്ങളോടുള്ള അവരുടെ ആ ഒരു നിലപാടുകളിൽ ഈ ഒരു രീതിയിൽ മാറ്റം അവർ സ്വയം വരുത്താൻ കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത തന്നെയാണ്. ആ ഒരു എനർജി, ഇവിടെ ഈ ഒരു ഒറ്റ എനർജിയാണ് അവരുടെ ഇത്രയും കാര്യങ്ങൾക്കുള്ള മാറ്റങ്ങളുടെ പ്രധാന കാരണം. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഇമോഷണലി എത്രത്തോളമാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അവരുടെ ഒരു ഡീപ്പ് ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു തിങ്കിങ് ഒക്കെ എന്താന്നുള്ളത്. ഷീൽഡ്, ട്രാൻസ്ഫോർമേഷൻ, സർപ്രൈസ്, മീഡിയേറ്റർ, മിറർ, ഹാർമണി, മെമ്മറി, ഹാർബർ, അക്സെപ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഷീൽഡ് ആവണം. ഷീൽഡ് ആവുക എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ, എന്ന് വെച്ചാൽ കെയറിങ്, സപ്പോർട്ട്. നിങ്ങൾ ഇതുവരെ അവർക്ക് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് അവർ കണ്ടില്ല എന്ന് നടിച്ചു പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അവരായിട്ട് നിങ്ങൾക്കൊരു ഷീൽഡായി മാറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ നിങ്ങൾ പോലും ചോദിക്കാതെ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അങ്ങോട്ടേക്ക് തന്നെ എല്ലാം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവരിപ്പോ കടന്നു പോകുന്ന ജേർണി എന്ന് പറയുന്നത്. വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം. ഇവിടെ മീഡിയേറ്റർ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തുള്ള വ്യക്തികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഇനി ബാധിക്കുന്ന രീതിയിൽ അങ്ങനത്തെ മീഡിയേറ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ട എന്നുള്ളതാണ്.
മിററാ വന്നിരിക്കുന്നത്. മിറർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പുറത്ത് നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സണെയാണ് കാണുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ മാത്രമായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പെയിൻ ഒരു റിഫ്ലക്ഷൻ പോലെ ഇപ്പൊ അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് മീഡിയേറ്ററിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മീഡിയേറ്റർ. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് തന്നെയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലുള്ള തുറന്ന സംസാരം. ഇവിടെ മെമ്മറി വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഴയകാല ഓർമ്മകളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. അതിലൂടെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹാർബർ ആണ്. ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു അഴിച്ചുപണിയാണ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ, മറ്റൊരു എനർജി തന്നെ. ആ ഒരു അഴിച്ചുപണിയിലൂടെ ഇത് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള രീതിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാനും മുന്നോട്ടേക്ക് നയിക്കാനുമുള്ള ഒരു രീതിയിലേക്ക് എത്തുക തന്നെ വേണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഇതിൽ തിരികെ കൊണ്ടുവരണം. ഇതിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു വലിയ വലിയ ഇഷ്യൂസ് കാര്യങ്ങൾ എല്ലാം സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇവര്. എന്നുവെച്ചാൽ ഇവര് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം സ്വയം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്വയമുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് വന്നിട്ട് തിരിച്ചു വരുന്ന വ്യക്തികൾ, മറ്റാരും പറഞ്ഞു കൊടുക്കാതെ സ്വയമേ തന്നെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് സമ്മാനിക്കുകയുള്ളൂ. പിന്നീട് വീണ്ടും അവരത് റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം വലിയ രീതിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വന്ന് അല്ലെങ്കിൽ സ്വയം ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത്, ഇനിയിപ്പോൾ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരിക എന്ന് പറയുമ്പോഴേക്കും, അതും ആരും പറഞ്ഞു കൊടുക്കാതെ വരിക എന്ന് പറയുമ്പോഴേക്കും അത് ആ ഒരു ജെന്യുനിറ്റിയോട് കൂടിയുള്ള തിരിച്ചുവരവ് തന്നെയാണ്. അപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം. അതുപോലെ മെമ്മറിയും സർപ്രൈസും ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് ആദ്യ സമയത്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും സർപ്രൈസ് ഒക്കെ തരുന്നവരായിരുന്നിരിക്കാം. പക്ഷെ പോകെ പോകെ പിന്നെ അവർ അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായില്ല. അപ്പൊ വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് വരണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തരണം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരിക, നിങ്ങളായിട്ട് ഒരു യാത്രകൾ എവിടെയെങ്കിലുമൊക്കെ പോവുക, ഒരുമിച്ചുള്ള കുറേയധികം മെമ്മറീസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ ആ ഒരു ബന്ധത്തിന്റെ ദൃഢത നിലനിർത്തുക, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കുക, വളരെയധികം കെയറിങ്, സപ്പോർട്ട്, സ്നേഹം, ലവ് ഇതെല്ലാം നിങ്ങളിലേക്ക് നൽകുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തിങ്കിങ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്ലൂസിനെയും കൂടെ കണക്ട് ചെയ്ത് നോക്കുക. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നോക്കണം. വി എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ, കൊല്ലം ഡിസ്ട്രിക്റ്റ്, വയനാട്, 1990, എറണാകുളം, എച്ച് എന്നൊരു ലെറ്റർ, കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, 37, ഡിസംബർ മന്ത്, 1986, ജൂൺ മന്ത്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഏരീസ് സോഡിയാക് സൈൻ ആണ്, കാലിക്കറ്റ്, ഡി എന്നൊരു ലെറ്റർ, വിർഗോ, 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഡേയ്സ് ആയിട്ടും എടുക്കാം, ഡേറ്റ് ആയിട്ടും എടുക്കാം. 19, ആർ എന്നൊരു ലെറ്റർ, തിരുവാതിര, ഏരീസ് അഗെയിൻ വന്നിട്ടുണ്ട്. 1993, സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. വി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. 38 വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഭരണി എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. നാളെ വീണ്ടും നമുക്ക് നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.